ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കോമൺ സോഴ്സ് സ്റ്റേജ് വിത്ത് കറണ്ട് സോഴ്സ് ലോഡ്. സോ നമ്മൾ മോസ്ഫെറ്റ് സർക്യൂട്ട്, കോമൺ സോഴ്സ് സർക്യൂട്ട് വിത്ത് ലോഡ് റെസിസ്റ്റൻസ് ആർ ഡി, ഈ ഒരു സർക്യൂട്ട് നമ്മൾ കണ്ടതാണ്. ഈ ഒരു ലോഡ് റെസിസ്റ്റൻസ് ആർ ഡിക്ക് പകരം, ഈ ആർ ഡി എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് പകരം നമ്മളവിടെ ഒരു കറണ്ട് സോഴ്സ് ലോഡായിട്ട് യൂസ് ചെയ്യുവാണ്. സോ ഈ ഒരു കറണ്ട് സോഴ്സ്, ഇവിടെ കറണ്ട് സോഴ്സായിട്ട് യൂസ് ചെയ്തേക്കുന്ന ഒരു PMOS ട്രാൻസിസ്റ്ററാണ്. സോ നമ്മളൊരു കറണ്ട് സോഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു CS അല്ലെങ്കിൽ ഒരു കോമൺ സോഴ്സ് സർക്യൂട്ട് എങ്ങനെയാണ് അതിനെ മോഡലിംഗ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ M2 എന്ന് പറയുന്നത് കറണ്ട് സോഴ്സ് ആണ്. ഈ M2 കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത് ഒരു PMOS ട്രാൻസിസ്റ്ററാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു കറണ്ട് സോഴ്സ് ലോഡിനെ നമുക്ക് പല രീതിയിൽ റിയലൈസ് ചെയ്യാം. സോ ആദ്യം അതൊന്ന് നോക്കാം. സോ ഇതാണ് റിയലൈസേഷൻ ഓഫ് ഡിഫറെൻറ്റ് കറണ്ട് സോഴ്സസ്. സോ നമുക്ക് NMOS ട്രാൻസിസ്റ്റർ വെച്ചിട്ട് റിയലൈസ് ചെയ്യാം കറണ്ട് സോഴ്സിനെ. ദെൻ അതുപോലെ തന്നെ PMOS ആയിട്ട് റിയലൈസ് ചെയ്യാം. സോ ദിസ് ഈസ് ഓൾസോ എ കറണ്ട് സോഴ്സ്. സോ അതിൻ്റെ റെപ്രസെൻറ്റേഷനാണ്, അതിൻ്റെ ഇക്വലൻറ്റ് മോഡൽസാണ് ഈ കാണിച്ചിരിക്കുന്നത്, എയും ഡിയും. പക്ഷേ ഈ സിയും ഡിയും ആ രണ്ട് NMOSും PMOS സർക്യൂട്ട്സും നമുക്ക് ഒരു കറണ്ട് സോഴ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. സോ ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് രണ്ടും കറണ്ട് സോഴ്സായിട്ട് നമുക്ക് ലോഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. So a NMOS serves as a current source with one terminal tied to ground, that is it draws current from node X to ground. So അതാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഫ്രം X to ground കറണ്ട് ഫ്ലോ ഉണ്ടാവും. സോ അതാണ് NMOSൻ്റെ കേസിൽ. PMOSൻ്റെ കേസിലാണെങ്കിൽ ഫ്രം VDD to Y. സോ ഈ രീതിയിലാണ് ഇത് കറണ്ട് സോഴ്സായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇഫ് ലാംഡ ഈസ് ഈക്വൽ ടു 0, അതായത് ചാനൽ ലെങ്ത് മോഡുലേഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ ദീസ് കറണ്ട് റിമെയിൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് VX ആൻഡ് VY so long as the transistors are in saturation. സിമിലർലി നമ്മൾ പറഞ്ഞു സിയും ഡിയും ഈ രണ്ട് സർക്യൂട്ട്സും നമുക്ക് കറണ്ട് സോഴ്സായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റീസൺ ഇവിടെ പറയുന്നുണ്ട്. It cannot operate as current sources because the variation of VX and VI directly changes the gate source voltage of each transistor, thus changing the drain current. So ഈ VX എന്ന് പറയുന്ന നോഡും അല്ലെങ്കിൽ VY എന്ന് പറയുന്ന നോഡ് വോൾട്ടേജസ് ഈ കേസസിൽ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഇൻ എഫക്റ്റീവ് VGSന് ചേഞ്ച് ഉണ്ടാവും, ഇവിടെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജിന് ചേഞ്ച് ഉണ്ടാവും. സിമിലർലി ഇവിടെയും ഗേറ്റ് സോഴ്സ് വോൾട്ടേജിന് ചേഞ്ച് ഉണ്ടാവും. സോ നമുക്ക് VXോ VYയോ നമ്മൾ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ ആ VGSന് ചേഞ്ച് ഉണ്ടാവും. VGSന് ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇക്വലൻറ്റ് സർക്യൂട്ട് പഠിച്ചതാണ്, VGSന് ചേഞ്ച് ഉണ്ടായാൽ VGS ചേഞ്ച് ആവും, അതായത് ഡ്രെയിൻ കറണ്ടിന് വേരിയേഷൻ വരും. സോ ദിസ് കനോട്ട് ബി ഓപ്പറേറ്റഡ് ആസ് എ കറണ്ട് സോഴ്സ്. സോ ഇതിനെ നമുക്കൊരു കറണ്ട് സോഴ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല. ഇവിടെ നമ്മൾ ഒരു സോഴ്സ് ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. ഇവിടെ നോക്കുവാണെങ്കിൽ സോഴ്സ് VDDയിലേക്ക് കൊടുത്തേക്കുവാണ്. അതിൻ്റെ സ്മോൾ സിഗ്നൽ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ VDD ഗ്രൗണ്ടാണ്. സോ ഇവിടെ രണ്ടിടത്തും ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. സോ ഈ NMOSും ഈ ഒരു PMOS സർക്യൂട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കറണ്ട് സോഴ്സായിട്ട്. ഈ രണ്ട് സർക്യൂട്ട്സും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോ നമുക്ക് തിരിച്ചു വരാം. നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്ന കറണ്ട് സോഴ്സായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു M2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററാണ്. ഈ M2 എന്ന് പറയുന്ന ഒരു PMOS ട്രാൻസിസ്റ്ററാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു റിയലൈസേഷനാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു കോമൺ സോഴ്സ് സ്റ്റേജിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സോ ഈ ഒരു കോമൺ സോഴ്സ് സ്റ്റേജിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടാണ് ഈ വരച്ചിരിക്കുന്നത്. ഇക്വലൻറ്റ് സർക്യൂട്ട് മീൻസ് ആ M2ൻ്റെ ഇക്വലൻസി അല്ലെങ്കിൽ അതിൻ്റെ സ്മോൾ സിഗ്നൽ മോഡൽ ഇവിടെ റീപ്ലേസ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഈ VB എന്ന് പറയുന്ന വോൾട്ടേജ് അതൊരു ഇവിടുത്തെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഒരു കോൺസ്റ്റൻറ്റ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ആണ്. സോ ദിസ് വോൾട്ടേജ്, സോ ദിസ് ഇസ് എ കോൺസ്റ്റൻറ്റ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. സോ അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്കിവിടെ ഇതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഇത് ഗ്രൗണ്ട് ചെയ്യാം, ഇതും ഗ്രൗണ്ട് ചെയ്യണം. VB എന്ന് പറയുന്ന ആ വാല്യൂ ഗ്രൗണ്ട് ചെയ്യണം, ഇതും നമ്മൾ ഗ്രൗണ്ട് ചെയ്യണം. സോ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് ഗ്രൗണ്ടഡ് ആൻഡ് ദിസ് ഈസ് ഓൾസോ ഗ്രൗണ്ടഡ്. സോ ഈ രണ്ട് ടെർമിനൽസും നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. VDD ഗ്രൗണ്ട് ചെയ്തു. ദെൻ VB എന്ന് പറയുന്ന വാല്യൂ, സോ ഇവിടെ നമുക്ക് VGS അല്ലെങ്കിൽ V1 എന്ന് പറയുന്ന ഈ ഒരു വോൾട്ടേജിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ ഇവിടെ VGS നെറ്റ് വാല്യൂ, VGSൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇവിടെ VGS 0 ആണ്. ഇതൊരു ശരിക്കും ഒരു PMOSൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടാണ് ഈ വരച്ചിരിക്കുന്നത്. ഒരു PMOSൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. സോ
ഈ ഒരു PMOSൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഇവിടെ നമുക്കറിയാം V1 എന്ന് പറയുന്ന വോൾട്ടേജ് 0 ആണ്. V1 മീൻസ് ദാറ്റ് VGS, ആ VGS വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. ദെൻ PMOS ആയതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചേക്കുന്നത്. സോ ദിസ് ഇസ് GM2 V1, ഈ വാല്യൂ 0 ആയിരിക്കും. കാരണം V1 0 ആയതുകൊണ്ട് ഈ വാല്യൂ V1 0 ആയതുകൊണ്ട് GM2 ഇൻറ്റു V1 വാല്യൂ വിൽ ഓൾസോ ബി 0. അപ്പോൾ നമുക്ക് പറയാം having a constant gate source voltage, constant gate source voltage, ഈ M2 എന്ന് പറയുന്നതിൻ്റെ നമ്മൾ ഒരു ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് നമ്മളിവിടെ വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ RO2 എന്ന് പറയുന്ന വാല്യൂ മാത്രമായിരിക്കും. കാരണം ഈ ഒരു ടേം ഇവിടെ 0 ആയിരിക്കും. GM2 V1 0 ആണ്, കാരണം V1 0 ആയതുകൊണ്ട്. സോ ദ M2 ബിഹേവ്സ് ആസ് എ resistor equal to its output impedance. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ബിക്കോസ് നമുക്ക് പറയാം V1 ഈസ് ഈക്വൽ ടു 0. സോ V1 0 ആയതുകൊണ്ട് ആ GM2 V1 എന്ന് പറയുന്നതും 0 ആയിരിക്കും. സോ അതുകൊണ്ട് ഇവിടുത്തെ മൊത്തത്തിലുള്ള ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഈ R02 എന്ന് പറയുന്ന ആ ഒരു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് മാത്രമായിരിക്കും ഈ M2ന് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. കാരണം ബാക്കി എല്ലാ വാല്യൂസും 0 ആയിട്ട് പോകും. സോ ദിസ് ഈസ് R02 മാത്രമായിട്ടിത് എക്സിസ്റ്റ് ചെയ്യും. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ട്രാൻസിസ്റ്റർ നോക്കുവാണെങ്കിൽ ഈ M1 കാണും. ദെൻ ഇവിടെ ഇതിന് ഇക്വലൻ്റ് ആയിട്ട് ആ R02 എന്ന് പറയുന്ന റെസിസ്റ്റർ മാത്രമേ, ഒരു RD കണക്ട് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആയിട്ട് ഇവിടെ R02 എന്ന് പറയുന്നൊരു വാല്യൂ മാത്രമായിട്ട് അത് എക്സിസ്റ്റ് ചെയ്യും. സോ നമുക്കിവിടെ വോൾട്ടേജ് ഗെയിനും നമുക്ക് ഔട്ട്പുട്ട് റെസിസ്റ്റൻസും മെഷർ ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് നമ്മൾ വരച്ച് നോക്കുമ്പോൾ, ഇതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് ഒന്ന് വരയ്ക്കാം. ഇവിടെ R02 വെച്ച് മാത്രം റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ R02 ഉണ്ട്. ദെൻ ഇവിടെ M1 R01. സോ ഇതിൻ്റെ M1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു Vin കാണാം, Vin ഉണ്ട്. ദെൻ ഇവിടെ ഒരു VGS വോൾട്ടേജ് കാണും, VGS വോൾട്ടേജ് കാണും. ദെൻ ഇവിടെ സോഴ്സ് ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. ദെൻ ഇത് ഡ്രെയിൻ സൈഡാണ്. ഡ്രെയിൻ സൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ R01 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്, വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ദിസ് ഈസ് M1 ട്രാൻസിസ്റ്റർ. സോ GM1 ഇൻറ്റു VGS ആയിരിക്കും. ദെൻ ഇവിടെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് R01 ആണ്. ഇത് കൂടാതെ ഇവിടെ R02 എന്ന് പറയുന്ന ഈ ഒരു M2ന് കറസ്പോണ്ടിങ് ആയിട്ട് R02 എന്ന് പറയുന്ന ഒരു വാല്യൂവും കൂടെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. സോ ദിസ് ഈസ് R02. ദെൻ ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. സോ ദിസ് ഈസ്, സോ ഇവിടെ R01 ഉണ്ട്, R02 ഉണ്ട്. അതിന് അക്രോസ് ആയിരിക്കും നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. സോ ഇതിന് അക്രോസ് ആയിരിക്കും നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് R02. ഇതിന് അക്രോസ് ആയിരിക്കും നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഗെയിൻ മെഷർ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് VGS തന്നെ ആയിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് -GM1 ഇൻറ്റു VGS ഇൻറ്റു R01 പാരലൽ R02. സോ ഇതായിരിക്കും വി ഔട്ട്, ഇത് Vin. സോ വി ഔട്ട് ബൈ Vin എന്ന് പറയുമ്പോൾ നമുക്ക് ഗെയിൻ കിട്ടും. സോ R ഔട്ട്, ദെൻ സോ ഫസ്റ്റ് ഗെയിൻ. സോ വോൾട്ടേജ് ഗെയിൻ AV ഈസ് ഈക്വൽ ടു വി ഔട്ട് ബൈ Vin. വി ഔട്ട് എന്ന് പറയുന്നത് -GM1 ഇൻറ്റു VGS ഇൻറ്റു R01 പാരലൽ R02 by VGS. So which is equal to -GM1 into R01 parallel R02. So voltage gain കിട്ടി. ഇവിടുത്തെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? R01 പാരലൽ R02. സോ ഇതാണ്
നമുക്ക് ഒരു കോമൺ സോഴ്സ് സ്റ്റേജ് വിത്ത് കറണ്ട് സോഴ്സ് ലോഡിൻ്റെ അനാലിസിസ് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ കറണ്ട് സോഴ്സിനെ നമ്മളൊരു ട്രാൻസിസ്റ്റർ വെച്ച് റീപ്ലേസ് ചെയ്തു. ആ ട്രാൻസിസ്റ്ററിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് R02 എന്ന് പറയുന്ന ഒരു വാല്യൂ, ഒരു റെസിസ്റ്റർ മാത്രമായിട്ടായിരിക്കും നമുക്ക്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, റെസിസ്റ്റർ ഈക്വൽ ടു ഇറ്റ്സ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ആ വാല്യൂ ആണ് R02. ആ ഒരു വാല്യൂ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. സോ അത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ വോൾട്ടേജ് ഗെയിനും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഡിറ്റർമിൻ ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോമൺ സോഴ്സ് സ്റ്റേജ് വിത്ത് ഡയോഡ് കണക്റ്റഡ് ലോഡാണ്. സോ ഡയോഡ് കണക്റ്റഡ് ലോഡ്. സോ നമ്മൾ കറണ്ട് സോഴ്സ് വെച്ചിട്ടുള്ളത് പറഞ്ഞു. അടുത്തത് ഡയോഡ് കണക്റ്റഡ് ലോഡ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഈ M2 എന്ന് പറയുന്ന ആ ഒരു സർക്യൂട്ട് മോസ്ഫെറ്റിന് ഒരു ഡയോഡ് കണക്റ്റഡ് ലോഡ്, ഒരു M2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ, NMOS ട്രാൻസിസ്റ്റർ വെച്ചിട്ടൊരു ഡയോഡ് കണക്റ്റഡ് ലോഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു BJT കൗണ്ടർ പാർട്ടാണ് ഇതിൻ്റെ. ഈ സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഈ സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്യാത്തതിൻ്റെ റീസൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ ഇതെന്ന് പറയുന്നത് ചാനൽ ലെങ്ത് മോഡുലേഷനോടെ കൺസിഡർ ചെയ്തിട്ടുള്ള സ്മോൾ സിഗ്നൽ മോഡലാണ്. ഈ A എന്ന് പറയുന്ന സർക്യൂട്ടിൻ്റെ സ്മോൾ സിഗ്നൽ ഈക്വലൻറ്റ് മോഡലാണ്. സോ ഈ ഒരു BJT ഈക്വലൻറ്റ് കൗണ്ടർ പാർട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. അതിൻ്റെ റീസൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫോർ സം ആപ്ലിക്കേഷൻസ് എ ഡയോഡ് കണക്റ്റഡ് മോസ്ഫെറ്റ് ഈസ് യൂസ്ഡ് ആസ് ദ ഡ്രെയിൻ ലോഡ് such as a topology exists only a moderate gain. So moderate gain applications ആണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് ഡ്യൂ ടു റിലേറ്റീവ്ലി ലോ ഇമ്പിഡൻസ് ഓഫ് ദ ഡയോഡ് കണക്റ്റഡ് ഡിവൈസ്. സോ ഈ ഒരു ഡയോഡ് കണക്ഷൻ കാരണം ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. സോ ഗെയിൻ മോഡറേറ്റ് ആയിരിക്കും. സോ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ ഈ ഒരു ഡയോഡ് കണക്റ്റഡ് മോസ്ഫെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്കതിൻ്റെ ഒരു വോൾട്ടേജ് ഗെയിൻ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. സോ ഇതിൻ്റെ അനാലിസിസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ചാനൽ ലെങ്ത് മോഡുലേഷൻ കൺസിഡർ ചെയ്യാതെ, അതായത് വിത്ത് ലാംഡ ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗ്ലക്റ്റ് ചാനൽ ലെങ്ത് മോഡുലേഷൻ. നെഗ്ലക്റ്റ് ചാനൽ ലെങ്ത് മോഡുലേഷൻ. സോ ചാനൽ ലെങ്ത് മോഡുലേഷൻ നെഗ്ലക്റ്റ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ചാനൽ ലെങ്ത് മോഡുലേഷൻ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതൊരു ഡയോഡ് കണക്റ്റഡ് ലോഡാണ്. ഇതിൻ്റെ സ്മോൾ സിഗ്നൽ റെസിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/GM2. സോ വിത്ത് ലാംഡ ഈസ് ഈക്വൽ ടു 0 വി ക്യാൻ റൈറ്റ് M2 ആക്ട് ആസ് എ സ്മോൾ സിഗ്നൽ റെസിസ്റ്റൻസ്, small signal resistance equal to 1/GM2. സോ ആ M2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിനെ നമ്മളതിൻ്റെ സ്മോൾ സിഗ്നൽ മോഡൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്കൊരു 1/GM2 എന്ന് പറയുന്ന ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് നമ്മൾ ചാനൽ ലെങ്ത് മോഡുലേഷൻ കൺസിഡർ ചെയ്തിട്ടുള്ള ഫിഗറാണ്. ചാനൽ ലെങ്ത് മോഡുലേഷൻ കൺസിഡർ ചെയ്യാന്നുള്ളതാണെങ്കിൽ ഇവിടെ 1/GM2 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ വെച്ചിട്ട് നമുക്കിതിനെ റീപ്ലേസ് ചെയ്യാം. അതാണ് വിത്ത് ലാംഡ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കേസ്. സോ ഇവിടെ നമ്മൾ വി ഔട്ട്, നമ്മളിതിൻ്റെ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ച് നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു ഇവിടുത്തെ ആ M2ൻ്റെ ഇതിൻ്റെ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ട്, M2 എന്ന് പറയുന്നതിൻ്റെ മാത്രം ഒരു ഇക്വലൻറ്റ് സർക്യൂട്ട് നമ്മൾ ഒന്ന് വരച്ച് നോക്കാം. നമ്മളങ്ങനെ വരച്ച് നോക്കുമ്പോൾ M2ൻ്റെ അല്ല M1ൻ്റെ. സോ ഇതിനെ നമ്മൾ റീപ്ലേസ് ചെയ്തു, ഒരു 1/GM2 വെച്ച് റീപ്ലേസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ സ്മോൾ സിഗ്നൽ മോഡൽ ഞാനൊന്ന് വരയ്ക്കുവാണ്. സോ ഇൻപുട്ടുണ്ട്, ഇൻപുട്ട് Vin ഉണ്ട്, ദെൻ ഇവിടെ ഒരു VGS ഉണ്ട്. സ്മോൾ സിഗ്നൽ മോഡൽ വരയ്ക്കുമ്പോൾ നമ്മളൊരു VGS വരയ്ക്കാറുണ്ട്. ദെൻ ഇവിടെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. സോ ദിസ് ഇസ് സോഴ്സ്, ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. ദിസ് ഇസ് സോഴ്സ് and this is the gate terminal and this is the drain terminal. So drain terminal നമ്മൾ പറഞ്ഞു with lambda is equal to 0, this diode connected load M2 can be replaced by a resistance with the resistance value 1/GM2 and inverse transconductance ൻ്റെ ഇൻവേഴ്സ് വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. സോ ഇതിൻ്റെ M1ൻ്റെ ട്രാൻസ്കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് GM1 × VGS, ഇതായിരിക്കും ഇതിൻ്റെ ട്രാൻസ്കണ്ടക്റ്റൻസ്. സോ നമ്മൾ ഇതിൻ്റെ സ്മോൾ സിഗ്നൽ മോഡൽ വരച്ചു. ദെൻ ഈ ഒരു സ്മോൾ സിഗ്നൽ മോഡൽ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതാം.
സോ ഇവിടെ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് ഇക്വേഷൻ എഴുതുവാണെങ്കിൽ വി ഔട്ട് ഈസ് ഈക്വൽ ടു, സോ ഇതിനെ ക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് വി ഔട്ട്. സോ വി ഔട്ട് എഴുതുമ്പോൾ നമുക്കറിയാം മൈനസ് GM1 ഇൻറ്റു VGS ഇൻറ്റു 1/GM2. സോ ദിസ് കറണ്ട് ഇൻറ്റു ദിസ് റെസിസ്റ്റൻസ് വാല്യൂ നമ്മളത് ചെയ്തു. ഇവിടെ വി ഇൻ എന്ന് പറയുന്നത് VGS ആണ്. സോ വി ഔട്ട് ബൈ വി ഇൻ അതാണ് AV. സോ AV ഈസ് ഈക്വൽ ടു വി ഔട്ട് ബൈ വി ഇൻ. അത് ചെയ്യുമ്പോൾ നമുക്ക് VGS ക്യാൻസൽ ആവും. സോ നമ്മുടെ എക്സ്പ്രഷൻ മൈനസ് GM1/GM2 എന്നൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. സോ ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നത്. ദെൻ നമ്മൾ GMന് ഒരു എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. GMന് ഇങ്ങനൊരു എക്സ്പ്രഷൻ നമുക്ക് അറിയാവുന്നതാണ്. അതും നമുക്ക് ഡിറൈവ് ചെയ്യാവുന്നതേ ഉള്ളൂ ആ GMൻ്റെ എക്സ്പ്രഷൻ. കാരണം നമുക്ക് GM നമ്മൾ പഠിച്ചിട്ടുണ്ട്. GM എന്ന് പറയുന്നത് ഡോ ID ബൈ ഡോ VDS ആണ്. സോ ഐഡിയുടെ എക്സ്പ്രഷൻ നിങ്ങൾക്കറിയാം. ID ഈസ് ഈക്വൽ ടു 1/2 μN COX W/L VGS മൈനസ് VT ദ ഹോൾ സ്ക്വയർ വിത്തൗട്ട് ചാനൽ ലെങ്ത് മോഡുലേഷൻ. ഇതാണ് ഐഡിയുടെ ഇക്വേഷൻ. സോ ഇവിടുന്ന് നമ്മൾ GM ഡിറ്റർമിൻ ചെയ്യുകയാണെങ്കിൽ ഡോ ID ബൈ ഡോ VDS ഡോ VGS ആണ്. സോ ഡോ ID ബൈ ഡോ VGS. ഇവിടെ നമ്മൾ ഡോ ID ബൈ ഡോ VGS നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു μN COX ഇൻറ്റു W/L ഇൻറ്റു VGS മൈനസ് VT. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും 2 VGS മൈനസ് VT എന്നാണ് വരുന്നത്. സോ ഈ 2 ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് കിട്ടുന്നത് μN COX W/L ഇൻറ്റു VGS മൈനസ് VT. ഇതാണ് നമ്മുടെ GMൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും തന്നെ നമുക്ക് VGS മൈനസ് VT എന്തായിട്ട് കിട്ടും? VGS മൈനസ് VT എന്ന് പറഞ്ഞാൽ 2ID ബൈ μN COX W/L. ഇതിൻ്റെ റൂട്ടായിരിക്കും ഇതിൽ നിന്നും നമുക്ക് VGS മൈനസ് VT കിട്ടുന്നത്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ μN COX W/L ഇൻറ്റു ഈ VGS മൈനസ് VTക്ക് പകരം റൂട്ട് ഓഫ് 2ID ബൈ μN COX W/L എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിനെ ഈ ഒരു ടേമിനെ നമ്മൾ അകത്തോട്ട് എടുക്കുകയാണെങ്കിൽ അത് സ്ക്വയർ ആവും. സ്ക്വയർ ആവുമ്പോൾ ഇവിടുന്ന് ഇതുമായിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് 2ID ഇൻറ്റു ഈ ഫുൾ ടേം ഞാനത് റൂട്ടിനകത്തേക്ക് എടുക്കുവാണ്. ദാറ്റ് ഈസ് μN COX W/L ഇത് ഓൾ സ്ക്വയർ എന്നാവും ഡിവൈഡഡ് ബൈ μN COX W/L. സോ ഇവിടുന്ന് ഒരു ടേം ക്യാൻസലായി പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് റൂട്ട് ഓഫ് 2ID ഇൻറ്റു μN COX W/L. ഇതായിരിക്കും നമുക്ക് ആ GMൻ്റെ എക്സ്പ്രഷനായിട്ട് കിട്ടുന്നത്. ഈ എക്സ്പ്രഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ദാറ്റ് ഈസ് മൈനസ് ഓഫ് GM1ന് പകരം ഞാൻ റൂട്ട് ഓഫ് 2N μX W/L 1 W/L ഓഫ് 1 എന്ന് പറയുന്നത് അതിൻ്റെ വിഡ്ത്തും ലെങ്തും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ ആ ഒരു ഡിവൈസ് പാരാമീറ്റേഴ്സ് WLും ഡിഫറെൻ്റ് ആയതുകൊണ്ട് W/L ഓഫ് 1 ദാറ്റ് ഈസ് ഫസ്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് കൊടുത്തു ഇൻറ്റു ID. ദെൻ രണ്ടാമത്തെ GM2ന് പകരം നമുക്ക് റൂട്ട് ഓഫ് 2 μN COX W/L ഓഫ് 2ID ഇങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിൽ μN COX ID ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്കിതിനെ റൂട്ട് ഓഫ് W/L 1 W/L 2 എന്ന രീതിയിൽ നമുക്ക് വോൾട്ടേജ് ഗെയിൻ എഴുതാം. സോ ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ദ ഗെയിൻ ഈസ് ഗിവൺ ബൈ ഡയമെൻഷൻസ് ഓഫ് M1 ആൻഡ് M2 ആൻഡ് റിമെയിൻസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രോസസ് പാരാമീറ്റേഴ്സ്. സോ പ്രോസസ് പാരാമീറ്റേഴ്സ് ആണ് μNഉം COXഉം. അതുപോലെ തന്നെ ഡ്രെയിൻ കറണ്ട് IDയുമായിട്ട് അത് ഇൻഡിപെൻഡൻ്റ് ആണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ലെങ്തും വിഡ്ത്തും ആ ഡയമെൻഷൻസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇത് ലാംഡ ഈസ് ഈക്വൽ ടു 0യിലുള്ള വോൾട്ടേജ് ഗെയിനിൻ്റെ കേസാണ്. സോ നമുക്കിനി വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യാം. നമ്മളിവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഈ ഇതിൻ്റെ കൗണ്ടർ പാർട്ട്. അപ്പോൾ നമ്മൾ ലാംഡ ഈക്വൽ ടു 0 ചാനൽ ലെങ്ത് മോഡുലേഷൻ നെഗ്ലക്റ്റ് ചെയ്തിട്ടുള്ള കേസിൻ്റെ അനാലിസിസ് ആണ് ഇപ്പോൾ ചെയ്തത് മോസ് സ്റ്റേജിൻ്റെ. നമ്മൾ പറഞ്ഞു ഈ ഫിഗർ B നമ്മൾ പറഞ്ഞു ഇതിൻ്റെ കൗണ്ടർ പാർട്ടാണ്. ഒരു കോമൺ എമിറ്റർ വെച്ചിട്ടുള്ള ഒരു BJT സർക്യൂട്ടാണിത്. സോ ഇതിന് ഡയോഡ് കണക്റ്റഡ് ലോഡ്
പോസിബിൾ അല്ല. അതാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എ കോമൺ എമിറ്റർ സ്റ്റേജ് വിത്ത് ഡയോഡ് കണക്റ്റഡ് ലോഡ്, ദറ്റ് ഈസ് എ ഫിഗർ ബി, ഈസ് നോട്ട് കൺസിഡേർഡ്. സച്ച് എ സർക്യൂട്ട് ഈസ് നോട്ട് യൂസ്ഡ് ബിക്കോസ് ഇറ്റ് പ്രൊവൈഡ്സ് എ വോൾട്ടേജ് ഗെയിൻ ഓഫ് ഓൺലി യൂണിറ്റി. അപ്പോൾ ഇവിടെ കിട്ടിയതുപോലല്ല ഇവിടെ കിട്ടുന്ന ഗെയിൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഗെയിൻ എന്ന് പറയുന്നത് യൂണിറ്റി ഗെയിൻ ആണ്. സോ നമുക്കിവിടെയും -GM1/GM2 എന്നുള്ള രീതിയിൽ എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഈ ശരിക്കും ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. GMൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് IC/VT ആണ്. സോ വി ക്യാൻ റൈറ്റ് IC1/VT. VT എന്ന് പറയുന്നത് KT/Q ആണ്. KT/Q വോൾട്ട് ഇക്വലൻറ്റ് ടെമ്പറേച്ചറാണ് VT എന്ന് പറയുന്നത്. സോ IC/VT അതാണ് എക്സ്പ്രഷൻ GMൻ്റെ. സോ IC1/VT 1/IC2/VT. സോ ഇവിടെ നമുക്ക് VT ക്യാൻസൽ ചെയ്യാം. IC1 IC2 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയതുകൊണ്ട് നമുക്കിതിൻ്റെ വാല്യൂ 1 എന്ന് വരും. സോ ഒരു കോമൺ എമിറ്റർ സ്റ്റേജ് വിത്ത് ഡയോഡ് കണക്റ്റഡ് ലോഡ് കനോട്ട് ബി യൂസ്ഡ് സിൻസ് ഇറ്റ് പ്രൊവൈഡ്സ് യൂണിറ്റി ഗെയിൻ. സോ അതാണ് നമ്മളിവിടുന്ന് ഇപ്പോൾ ഫിഗർ ബി നമ്മൾ അനാലിസിസ് ചെയ്യാറില്ല. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇത് തന്നെയാണ്, MOS സ്റ്റേജ് വിത്ത് ഡയോഡ് കണക്റ്റഡ് ലോഡ്. അതിൻ്റെ λ=0 ചാനൽ ലെങ്ത് മോഡുലേഷൻ നെഗ്ലക്റ്റ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ പഠിച്ചത്. ദെൻ അടുത്തത് നമുക്ക് ചാനൽ ലെങ്ത് മോഡുലേഷൻ. അപ്പോൾ അതിൻ്റെ മോസും BJTയും തമ്മിലുള്ള പ്രൈമറി ഡിഫറൻസ് പറയുന്നത് ട്രാൻസ് കണ്ടക്റ്റൻസ് ഓഫ് ഫോർമർ, ദാറ്റ് ഈസ് MOS ഡിപ്പെൻഡ്സ് ഓൺ ഡിവൈസ് ഡയമെൻഷൻസ് വേറാസ് BJT ഡസ് നോട്ട്. സോ MOS W/Lൻ്റെ പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ യൂണിറ്റി ഗെയിൻ ആണ്. സോ അതുകൊണ്ട് ഇത് പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് അത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അനലൈസ് ചെയ്യാനുള്ളത് λ=0 കേസാണ്. അതായത് വെൻ ചാനൽ ലെങ്ത് മോഡുലേഷൻ ഈസ് കൺസിഡേർഡ്. വെൻ ചാനൽ ലെങ്ത് മോഡുലേഷൻ ഈസ് കൺസിഡേർഡ്. സോ ചാനൽ ലെങ്ത് മോഡുലേഷനൂടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ഈ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് R02യും കൺസിഡർ ചെയ്യണം, R01ഉം കൺസിഡർ ചെയ്യണം. ഇതെന്ന് പറയുന്നത് ചാനൽ ലെങ്ത് മോഡുലേഷൻ എഫക്റ്റൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ്. സോ അത് നമുക്കറിയാം 1/λ ഐഡിയായിട്ട് പ്രൊപ്പോർഷനാണ്. സോ ഈ രണ്ട് പാരാമീറ്റേഴ്സൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള സ്മോൾ സിഗ്നൽ മോഡലാണ് നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടത്. സോ അതിൻ്റെ സ്മോൾ സിഗ്നൽ മോഡൽ വരച്ചില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് പാരലായിട്ട് വരുന്നതെന്ന് പറയുന്നത്. സോ ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. സോ ദ റെസിസ്റ്റൻസ് സീൻ അറ്റ് ദ ഡ്രെയിൻ ടെർമിനൽ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഇവിടെ നമുക്കറിയാം അതിൻ്റെ ഒരു വേണമെങ്കിൽ അതിൻ്റെ ഒരു ഇക്വലൻറ്റ് സർക്യൂട്ട് ഒന്ന് വരച്ചേക്കാം. സോ Vin ഉണ്ട്, VGS ഉണ്ട്, then current source, this is GM1 VGS, then ഇവിടെ ഒരു 1/GM2 ഉണ്ട്. സോ ഇതിവിടെ കൺസിഡർ ചെയ്ത് വരയ്ക്കുവാണെങ്കിൽ ഇവിടെ ഒരു 1/GM2 ഉണ്ട്, R02 ഉണ്ട്, R01 ഉണ്ട്. 3 റെസിസ്റ്റൻസ് വാല്യൂ ആണ് അവിടെ വരുന്നത്. 1/GM2, ദെൻ അതിൻ്റെ ചാനൽ ലെങ്ത് മോഡുലേഷൻ പാരാമീറ്റർ കൺസിഡർ ചെയ്യുമ്പോൾ R0 വാല്യൂ, ദാറ്റ് ഈസ് R0, ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ R02. സോ R02 കൺസിഡർ ചെയ്യണം. ദെൻ 1ൻ്റെ ചാനൽ ലെങ്ത് മോഡുലേഷൻ കൺസിഡർ ചെയ്യുമ്പോഴുള്ള വാല്യൂ, ദാറ്റ് ഈസ് R01. ദെൻ ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ വോൾട്ടേജ് ഗെയിൻ മെഷർ ചെയ്യുവാണെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് ഗെയിൻ നമുക്ക് സിമിലർലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് എന്ന് പറയുന്നത് -GM1 ഇൻറ്റു VGS കറണ്ട് ഇൻറ്റു 1/GM2 പാരലൽ R02 പാരലൽ R01 ഈ രീതിയിൽ നമുക്ക് കിട്ടും. ദെൻ V ഇൻപുട്ട് എന്ന് പറയുന്നത് VGS ആയിരിക്കും. സോ വോൾട്ടേജ് ഗെയിൻ AV ഈസ് ഈക്വൽ ടു -GM1 VGS ക്യാൻസൽ ആവും. സോ 1/GM2 പാരലൽ R02 പാരലൽ R01 ഇതായിരിക്കും വോൾട്ടേജ് ഗെയിൻ്റെ എക്സ്പ്രഷൻ. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ 1/GM2 പാരലൽ ഇതായിരിക്കും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് R02
പാരലൽ R01 ഇതായിരിക്കും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. സോ നമ്മളൊരു ഡയോഡ് കണക്റ്റഡ് ലോഡ് അനലൈസ് ചെയ്തു. ഡയോഡ് കണക്റ്റഡ് ലോഡിൻ്റെ ഇതാണ് ഡയോഡ് കണക്റ്റഡ് ലോഡ്. അതിൻ്റെ ലാംഡ നെഗ്ലക്റ്റ് ചെയ്തിട്ടുള്ളത്, അതായത് ചാനൽ ലെങ്ത് മോഡുലേഷൻ നെഗ്ലക്റ്റ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് ഗെയിനിൻ്റെ എക്സ്പ്രഷൻ പറഞ്ഞു. അത് ആ ഒരു ഡയമെൻഷൻസിനെ, ആ ഡിവൈസിൻ്റെ ഡയമെൻഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ദെൻ അത് നോർമൽ ട്രാൻസിസ്റ്ററുമായിട്ടുള്ള ഒരു കമ്പാരിസൺ പറഞ്ഞു, അത് യൂസ് ചെയ്യുന്നില്ലെന്നും പറഞ്ഞു. ദെൻ നമ്മൾ ചാനൽ ലെങ്ത് മോഡുലേഷൻ കൺസിഡർ ചെയ്തിട്ടുള്ള സ്മോൾ സിഗ്നൽ അനാലിസിസ് വെച്ചിട്ട് അതിൻ്റെ ഗെയിനും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഡിറ്റർമിൻ ചെയ്തു. സോ ഇത്രയാണ് നമ്മൾ കോമൺ സോഴ്സ് സ്റ്റേജുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.